എൻ്റെ പേര് ജില്ല എന്നാണ്. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ പുറത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അവിടുന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. എൻ്റെ കയ്യിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു റിസപ്ഷനിലൊക്കെ ജോലി ചെയ്യുന്നൊരു കുട്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് എൻ്റെ കൈയുടെ ഈ ഞൊട്ട ഒടിക്കുകയെന്ന് അറിയത്തില്ലേ, അങ്ങനെ ഒടിച്ചു. അപ്പം ഒരു വേദന വന്നു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വേദന ഒന്നും മാറുന്നില്ല. അപ്പം നമ്മൾ പോയൊരു എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അതിൽ എല്ലിലൊരു ട്യൂമർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞൊട്ട ഒടിച്ചപ്പോഴത്തേക്കും എല്ലൊടിഞ്ഞു പോയി. അപ്പോൾ ആ കുട്ടി അത് ഒരു ഞൊട്ട ഒടിച്ചുകൊണ്ടാണ് നമ്മൾ അത് ഒരു ട്യൂമർ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞത്. ഇല്ലെങ്കിൽ ട്യൂമർ വളരെ ചെറുതായിരുന്നു, ഇല്ലെങ്കിൽ അത് ഫുള്ള് ബോണിലൊക്കെ പടർന്നു കയറിയിട്ട് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ചെറിയ സ്റ്റേജിൽ തന്നെ അറിഞ്ഞു. ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്ന് അച്ഛനടുത്തൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കാലേന്ന് എല്ലെടുത്ത് കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാലേന്ന് എല്ലെടുത്ത് കയ്യിലൊക്കെ വെച്ച് ബയോപ്സി റിസൾട്ട് വന്നു. നമ്മൾ ക്യാൻസർ ആണെന്നും പറഞ്ഞാണ് വന്നത്. റിസൾട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഇത് ട്യൂമറാണ്, പക്ഷേ ക്യാൻസർ അല്ല, അങ്ങനത്തെ ഒരു റിസൾട്ടാണ് നമുക്ക് വന്നത്. അപ്പം അമ്മ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും കിട്ടിയ ഉടമ്പടി തൈലം, ഉപ്പ്, ഇതെല്ലാം ഞാൻ ഈ സമയത്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് തിരിച്ചുപോയി. അവിടെ തിരിച്ച് ചെന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഈ വിരൽ ഇനി അനങ്ങത്തില്ല. അപ്പം ഞാനൊരു നേഴ്സാണ്. ഇപ്പം എനിക്ക് ആ വിരൽ അനങ്ങണം, പക്ഷേ എനിക്ക് ജോലിക്ക് കയറിയിട്ടും ഇത് അനങ്ങാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നും വൈകിട്ട് ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു, എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പം ഒരു 20 ദിവസം കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കയ്യിൽ ഇങ്ങനെ ഒരു മുഴ പോലെ വന്നു. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ ചെന്നു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എക്സ്റേ എടുത്തു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് സർജറിയൊക്കെ ചെയ്തതിൻ്റെ ഈ ബ്ലഡ് ഇതൊക്കെ വന്നിരിക്കുന്നതാണ്, അത് പൊട്ടിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നൊന്നെങ്കിലും അങ്ങനെ അത് പൊട്ടിക്കണ്ട, ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോയി ഒരു MRI എടുത്തു. MRI എടുത്തപ്പോഴത്തേക്കും അത് നേരത്തെ ഉണ്ടായിരുന്ന അതേ ട്യൂമർ ആ സ്കിന്നിൽ വളർന്നു വരുന്നതായിട്ട് ഉള്ള ഇതാണ് കണ്ടത്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ നാട്ടിൽ വന്നു. പിന്നെ ഇവിടെ വന്നു, പിന്നെ അച്ഛനെ കണ്ടെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ എല്ലാ ഡോക്ടർമാരും, നമ്മളിവിടെയുള്ള അത്യാവശ്യമുള്ള എല്ലാ ഡോക്ടർമാരും കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വിരലിനി മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ഡോക്ടറെ അടുത്ത് പറഞ്ഞ് നമ്മൾ പോയപ്പോഴത്തേക്ക് ആ ഡോക്ടർ ആദ്യം എന്നെ വിരൽ കണ്ടപ്പോഴേ പറഞ്ഞു ഇത് നമുക്ക് മുറിച്ച് കളയുന്നു. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് ഇനി മുറിപ്പിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇത് മുറിക്കണ്ട, ഒന്ന് നിങ്ങൾ ഓപ്പറേഷൻ ഒന്ന് നോക്ക്, ഇത് തുറന്നൊന്ന് നോക്ക്, എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് സർജറി ചെയ്യാനായിട്ട് അവർ ഡേറ്റൊക്കെ തന്നു. ഉടമ്പടി വസ്തുക്കൾ എൻ്റെ പിന്നെ അമ്മ എനിക്കെല്ലാം തന്നു വിട്ടപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണെങ്കിലും പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, ഉപ്പിട്ട് വെള്ളം കുടിക്കുക എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, സർജറിയുടെ സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ട് മയക്കിയിട്ടില്ല, കൈ മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തുറന്നു നോക്കിയിട്ട് പറഞ്ഞു മുറിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് കയറിയത്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, പിന്നെ തുറന്നു നോക്കിയിട്ട് എന്താന്ന് നോക്കട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നേരത്തെ വന്ന പോലെ തന്നെ ട്യൂമറുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇപ്പം മുറിക്കണ്ട, നമുക്കിതിൻ്റെ റിസൾട്ട് വന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പം റിസൾട്ട് 1 ആഴ്ച കൊണ്ട് വരും, അത് കഴിയുമ്പോഴത്തേക്കും മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലവും പത്രവും ഒക്കെ വെച്ച്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ പത്രം ഇങ്ങനെ തുറന്നു നോക്കി ഞാനിങ്ങനെ മനസ്സ് വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഇങ്ങനെ ഒരു അസുഖം സുഖപ്പെടുത്തിയതായിട്ടുള്ളൊരു ഇതെനിക്ക് തരണേന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനത് തുറന്നെടുത്ത ആദ്യ സാക്ഷ്യം ഞാൻ കണ്ടതെന്നു വെച്ചാൽ കാല് മുറിച്ച് മാറ്റാൻ പറഞ്ഞ ഒരാൾക്ക് കാല് മുറിച്ച് മാറ്റണ്ട എന്നൊരു സാക്ഷ്യം ഞാനത് കാണുന്നത്. അന്നേരം ഞാൻ ആ സാക്ഷ്യത്തിന് ഇത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 1 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേക്കും ഓൾറെഡി ഈ കാലേന്ന് എല്ലെടുത്ത് വെച്ചിരിക്കുവാണ് കയ്യിൽ. അപ്പോൾ അതിൻ്റെ ആ ചുറ്റു പരിസരങ്ങളിലെല്ലാം ഈ ട്യൂമർ വന്നിട്ടുണ്ട്. ആ എല്ലേലും കൂടെ ട്യൂമർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ അതായത് ഈ വിരലെടുത്ത് മാറ്റണം, വിരൽ മുറിച്ച് കളയണം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും ഉണ്ട്, അതായത് ഈ കൈയുടെ ആ വന്ന ഭാഗത്തെല്ലാം ഉണ്ട്, പക്ഷേ ആ എല്ലേ മാത്രം വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ വിരൽ ഇനി മുറിച്ച് മാറ്റണ്ട, ഇത് സുഖമായിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കൊന്ത ചെല്ലുമ്പോൾ വൈകിട്ട് ജപമാല ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കും, ദൈവമേ മാതാവ് എൻ്റെ വിരൽ അനങ്ങാത്ത എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ സർജറി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കിപ്പോൾ എൻ്റെ വിരലും അനക്കാം,
ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ കൈയുടെ വിരലും എല്ലാം അനക്കാൻ പറ്റും, കൈ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. അപ്പം എനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമായിട്ട്, അതായത് ഏറ്റവും വലിയ ഞങ്ങളുടെ കുടുംബത്തിനൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഇത് സർജറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്താണ് എനിക്ക് OET ഒക്കെ കിട്ടിപ്പോയത്. അപ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ പോയിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അവിടുന്ന് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എനിക്ക് ദുബൈയിൽ ജോലി കിട്ടി. എന്നിരുന്നാലും നമ്മൾ വേറൊരു സ്ഥലത്ത് ജോലി ആഗ്രഹിച്ചു പോയിട്ട് അത് കിട്ടിയില്ല. ഈ സർജറി നടന്ന് അത് ഇതിൻ്റെ ബയോപ്സിയൊക്കെ വേണ്ട റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ആദ്യം ഒരു തവണ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഓസ്ട്രേലിയ പോകണമെന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. അന്ന് അപ്പോൾ ഓസ്ട്രേലിയ പോകണമെന്നുണ്ടെങ്കിൽ OETക്ക് നല്ല സ്കോർ വേണം. എനിക്കത് അന്ന് മനസ്സിൽ വെറുതെ വന്നതാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. നമ്മളങ്ങനെ പോകുമെന്ന് വെച്ചില്ല, ഞാനത് മറന്നുപോയി. പക്ഷെ മാതാവ് അത് ഓർത്തിരുന്നെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ സർജറിയുടെ സമയത്ത് എനിക്ക് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂ പാസ്സായി, എനിക്കവിടെ ജോലി കിട്ടി, ഓസ്ട്രേലിയ ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ കയ്യിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കുവാണ്, ഇപ്പം അവർ നമ്മളെ ജോലിക്ക് എടുക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് വരിക എന്നുള്ള, അത് ട്രീറ്റ്മെൻ്റ് അല്ല, ഇപ്പോൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നോളുക എന്നുള്ള ഇതിലാണ് അവരെനിക്കിപ്പം മറുപടി തന്നിരിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പുറത്തോട്ട് പോകുന്നതിൻ്റെ പ്രോസസ്സിങ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ബ്ലഡിൻ്റെ റിപ്പോർട്ട് ഈ സെറോളജി നോക്കുമ്പോഴത്തേക്കും ഈ കോർ ആൻറ്റിബോഡി ഒരെണ്ണം പോസിറ്റീവായിട്ട് വന്നു. അന്നേരം അപ്പം ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല, എനിക്ക് വിഷമമായി, നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അന്ന് ഈ PCC പോലീസ് ക്ലിയറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ ഓർത്തു, എന്തിനാ ഇനിയിപ്പോൾ പോലീസ് ക്ലിയറൻസ് ഒക്കെ എടുക്കാൻ പോകണേ, എന്താണെങ്കിലും ബ്ലഡ് റിപ്പോർട്ട് ഇങ്ങനെ വന്ന് ഇനി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആലപ്പുഴയിലാണ് PCC എടുക്കാൻ പോകുന്നത്. തിരിച്ചു വന്ന വഴിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പറയുവാണ്, ഒന്ന് കൃപാസനത്തിൽ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിക്കുക, കാരണം എനിക്ക് ഇവിടുന്ന് മാതാവ് തന്നു OET. അപ്പോൾ അത് വെറുതെ പോകത്തില്ല എന്നെനിക്കൊരിതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ച് ബസ്സിൽ കയറി തിരിച്ച് അന്ന് ജോലി ചെയ്യുന്നുണ്ട്, ജോലി സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലെന്ന് പറയാം, ഒന്നും കൂടെ അത് നോക്ക്, ഒന്നും കൂടെ ഇതൊന്ന് നോക്ക്, ആ ബ്ലഡ് ഒന്ന് നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ ഇറങ്ങി തൊട്ടടുത്ത ലാബിൽ തന്നെ ടെസ്റ്റിന് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ജോലിക്ക് കയറി. ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. അതായത് ഇന്നലെ പോസിറ്റീവായിരുന്നത് 24 മണിക്കൂറിന് മുമ്പ് നെഗറ്റീവായിട്ട് വലിയൊരു വാല്യൂവിൻ്റെ വ്യത്യാസത്തിൽ, അതായത് പോയിൻ്റ് കിടന്നത് 988 പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നത്. അത് അടുത്ത റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത് വെറും 0.2 നോർമലായിട്ടുള്ള ഇതിൽ വന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒരുപാട് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ അനിയന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, വിദേശ ജോലി കിട്ടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഈ കാലയളവിനുള്ളിൽ സാധിച്ചു കിട്ടി. അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ക്യാൻസറിൻ്റെ വാർഡിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന അക്രൈസ്തവരായിട്ട് ആൾക്കാരോടെല്ലാം ഞാൻ കൃപാസനത്തിൽ നിങ്ങൾ വരണം, ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള, അതായത് നമ്മളെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ പത്രം മേടിച്ചു കൊടുക്കുകയും പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഈ ഹോസ്പിറ്റലിൽ പാവപ്പെട്ടവരായിട്ട് വരുന്നവർക്കൊക്കെ നമ്മളാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഇപ്പം എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് മനസ്സമാധാനം പോകും. എൻ്റെ കുടുംബത്തിന് സമാധാനം തന്നത് മാതാവാണ്. എൻ്റെ ഈ സാക്ഷ്യം ഇവിടുത്തെ ദൈവമഹത്വത്തിനായിട്ട് ഞാൻ ഏറ്റുപറയുന്നു. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ജില്ല എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൽ വന്ന വളരെ ഗൗരവമുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തെ പരിശുദ്ധമ്മയുടെ സംരക്ഷണയിലും ഉടമ്പടിയിലും പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് മകളെ തിരികെ നടത്തിയതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകളുടെ ജോലിയും കാര്യങ്ങളുമൊക്കെ ന്യൂസിലൻഡിലേക്കാണ് കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ഓസ്ട്രേലിയക്ക് വേണ്ടിയും, ആ സ്കോറൊന്നും കിട്ടാതിരുന്നപ്പോൾ അത് ഉപേക്ഷിച്ചത് ഈ രോഗപീഠകളുടെ നാളുകളിൽ, ചികിത്സ നടന്നുകൊണ്ടിരുന്ന ദിവസങ്ങളിൽ അമ്മ മാതാവ് തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളും ക്രമീകരിച്ച് കൊടുത്ത് ഓസ്ട്രേലിയയിൽ തന്നെ ജോലി ക്രമീകരിച്ച് മകളെ സുരക്ഷിതമാക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ആ ജോലിക്ക് വേണ്ടി മകൾ പോവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക.
നമ്മൾ പറയുന്ന ആഗ്രഹം ജെന്യുവിനാണെങ്കിൽ, ആ ആഗ്രഹത്തിലൊരു വിശുദ്ധിയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ, നമ്മുടെ മെറിറ്റ് പോലും നോക്കാതെ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തുന്ന അനുഭവങ്ങൾ നിരന്തരം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് രോഗമാവട്ടെ, ദുരിതമാവട്ടെ, കടബാധ്യതയാവട്ടെ, മേൽഗതി ഇല്ലായ്മയാവട്ടെ, ഏതും ജീവിത വിഷയത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എൻ്റെ അരികിൽ നിന്ന് എൻ്റെ ജീവിതത്തെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് സുരക്ഷിതമാക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെയും എൻ്റെ നിയോഗങ്ങളെയും ഉടമ്പടി പ്രകാരം വിശ്വസ്തതയിൽ സമർപ്പിക്കുമെന്ന് തീരുമാനമെടുക്കാം. നമുക്കത് അനുഗ്രഹത്തിൻ്റെ വഴി അമ്മ ഈശോയിൽ നിന്നും നേടിത്തരിക തന്നെ ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച സൗഖ്യത്തിനും ജീവിതത്തിൻ്റെ മേൽഗതിക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.